യേശുവിൽ അനുഗ്രഹീതരായവരെ, എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എല്ലാ ദിവസവും വചനം പറയുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസമാണ്. നിങ്ങൾ ആത്മാർത്ഥമായി നൽകുന്ന സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എന്നും ഒരു അനുഗ്രഹമാണ്. മനസ്സുകൊണ്ട് നമ്മൾ ആത്മാർത്ഥതയോടെ ഒരാളെ കാണുമ്പോൾ, ഒരാളെ സ്നേഹിക്കുമ്പം, ഒരാളെ മനസ്സിലാക്കുമ്പം, ആ മനസ്സിലാക്കലും സ്നേഹവും പോലും പ്രാർത്ഥനയാണ്. അതൊരനുഗ്രഹമാണ്. ഈ ശുശ്രൂഷയെ നിങ്ങൾ ആത്മാർത്ഥമായി കാണുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ല അനുഗ്രഹമുള്ളൊരു പ്രാർത്ഥന തന്നെയാണ്. ഏറെ പ്രതീക്ഷയോടെ ഇരിക്കുക. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം അറിയിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ജനുവരി മാസം നമുക്ക് ഈ കുട്ടികളുടെ പ്രാർത്ഥന ലഭിച്ചത് 13,618 ലെറ്ററുകളാണ്, എഴുത്തുകളാണ്. ഈ ആലയത്തിൽ ലഭിച്ചത് 16,400 അത്രയും നിയോഗങ്ങളാണ്. വാട്സപ്പിലൂടെ ലഭിച്ചത്, ഇമെയിലിലൂടെ ലഭിച്ചത് 18,000 പല ആളുകളിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ എല്ലാം കൂടി ഏകദേശം 35,000 പേരുകളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥന കൂടുന്നവർ ഇതിന് 4 ഇരട്ടിയാണ്. ഭവനങ്ങളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അതിനിരട്ടിയാണ്. എല്ലാ പ്രാർത്ഥനകളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നാം പ്രാർത്ഥനയോടെ വചനം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെല്ലാം ഈ 6-ാം തീയതി വരെ 10 ദിവസം ഉപവാസ പ്രാർത്ഥനയാണല്ലോ. നിങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു വില കൊടുത്ത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അതിനൊരു അനുഗ്രഹമുണ്ട്, അതിനൊരു പ്രതിഫലമുണ്ട്, അതിനൊരു ഉത്തരവുണ്ട്. പ്രതീക്ഷയോടെ ഇരുന്ന് പ്രാർത്ഥനയോടെ, കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾക്കൊരു വലിയ വിടുതലിന് കാരണമാകണം, വലിയൊരു അനുഗ്രഹം